അപ്പം നമുക്കിന്ന് ക്യാരറ്റ് ഉപ്പേരി വെക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞപ്പോൾ 3-4 വറ്റൽമുളക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം 2 തരം ഉള്ളി, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞതും അതോടൊപ്പം തന്നെ കുറച്ചധികം പച്ചമുളകും കൂടി അരിഞ്ഞത് നമ്മളിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇന്നത്തെ ഈ വെപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ചുവന്ന പൊടിമുളക് ഉപയോഗിക്കണില്ല. പിന്നെ ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റ് നമ്മൾ ഈ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാരറ്റിൻ്റെ കളറ് കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ മിക്സിങ്ങൊക്കെ പൂർത്തിയായി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടണം. ഉപ്പ് കുറച്ച് അധികം ഇട്ടോ, കാരണം ഇതിന് ഓൾറെഡി ഒരു മധുരമാണല്ലോ. അപ്പം നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അത് മൂടി വെക്കണം കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഇത് വെന്തു നിറച്ച് വേപ്പറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കനെ അതിൻ്റെ ലിഡ് മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കി. അപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്, നമുക്കിത് കഴിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവ് തോന്നിച്ചു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടോ. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ക്യാരറ്റ് ഉപ്പേരിയാണ് ഇഷ്ടം. കുറേ പേരിങ്ങനെ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴമ്പ് പോലെ ക്യാരറ്റ് വെച്ച് കൊണ്ടുവരണ കാണാം. അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഇതാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.